ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അലോവെറ അല്ലെങ്കിൽ കറ്റാർ വാഴയെ കുറിച്ചിട്ടാണ്. കറ്റാർ വാഴ നമ്മുടെ സ്കിൻ കെയറിൽ എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ സ്കിൻ കെയറിൽ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഇത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ കറ്റാർ വാഴ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ഇത് ആർക്കൊക്കെ ഉപയോഗിച്ചുകൂടാ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ ഒരു അലോവേറയുടെ ലീവ്സിന്റെ അകത്തുള്ള ആ ഒരു ജെൽ ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് 80-90% വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് യൂസ് അത് തന്നെയാണ്, നല്ലൊരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഇതിനുണ്ട്. പക്ഷേ ഇത് ചില കണ്ടീഷൻസിൽ ഞാൻ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം, ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. സോ അതും കൂടി കണ്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. സോ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഫേസിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏജിങ് സയൻസിനെ കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ അകത്ത് ധാരാളം വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ ബീറ്റ കാരോട്ടിൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്രിങ്കിൾസ്, ഏജിങ് സയൻസ് ഒക്കെ വരുന്നത് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോയിങ് എഫക്റ്റ് കൊണ്ടുവരാനും സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനും ഒക്കെ ഈ ഒരു അലോവേറ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അലോവേറ എന്ന് പറഞ്ഞാൽ സൺ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സൺബേൺസ് പോലുള്ള കാര്യങ്ങൾ ഒരുപാട് വെയിൽ കൊള്ളുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് അലോവേറ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് യൂസ് എന്താണെന്ന് വെച്ചാൽ അലോവേറ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പിമ്പിൾസ്, ആക്നീസ് ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസും ആക്നീസും ഒക്കെ വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനത്തെ അലോവേറ അടങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അലോവേറ നിങ്ങൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ പിമ്പിൾസും ആക്നീസും ഒക്കെ കൺട്രോൾ ആയിട്ട് നിർത്താനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് പിമ്പിൾസും ആക്നീസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു അലോവേറ മാത്രം യൂസ് ചെയ്താൽ അത് എഫക്റ്റീവ് ആവണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന പിമ്പിൾസും ആക്നീസും ഒക്കെ ആണെങ്കിൽ ഒക്കെ ഈ ഒരു അലോവേറ യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പിമ്പിൾസ് ഒക്കെ മാറിയിട്ട് ചിലപ്പോൾ മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ ഇതിന് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. പെട്ടെന്ന് തന്നെ മുറിവുകളിനെ ഉണക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു മുറിവിനെ പെട്ടെന്ന് ഉണക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അലോവേറ യൂസ് ചെയ്യാം. നമ്മൾ ഗ്ലിസറിൻ പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലിസറിനും വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് അലോവേറ എന്നും പറയുന്നത്. അലോവേറയ്ക്കും വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പിമ്പിൾസും ആക്നീസും ഒക്കെ പോയി കഴിഞ്ഞ് ചിലപ്പം ഇങ്ങനെ ചെറിയ ചെറിയ മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും ഈ ഒരു അലോവേറ ഹെൽപ്പ് ചെയ്യും. ഇനി അലോവേറ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അലോവേറ എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിന്നിനും സ്യൂട്ട് ആവണമെന്നില്ല. എല്ലാവർക്കും ചിലപ്പോൾ ഇത് എഫക്റ്റീവ് ആവണമെന്നില്ല. ചിലർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാവാം, ചിലർക്ക് ഇത് ലോങ് ടേമിൽ ഉപയോഗിക്കുമ്പോൾ നല്ല എഫക്റ്റീവ്നെസ്സും കാണും. സോ നമ്മളിത് യൂസ് ചെയ്ത് ഒരു 1 വീക്ക് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഇത് അപ്പോൾ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എല്ലാവർക്കും ഇത് ഒരേപോലെ എഫക്റ്റീവ് ആവണമെന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അലോവേറയ്ക്ക് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ഇതൊരു ലോങ് ആയിട്ട് ഈ ഒരു ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി നിൽക്കുമെന്ന് വെച്ചാൽ അതിന് ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം പിമ്പിൾസ്, ആക്നീസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള മെഡിക്കേറ്റഡ് ക്രീംസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ക്രീംസ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടി അലോവേറ മാത്രമാണ് നിങ്ങളൊരു മോയ്സ്ചറൈസിങ് ഏജന്റ് ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ആ ഒരു മോയ്സ്ചറൈസിങ് പവർ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പം നമുക്കറിയാമായിരിക്കും, ഈ ഒരു പിമ്പിൾസ്, ആക്നീസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന മെഡിക്കേറ്റഡ് ക്രീംസ് മിക്കതും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അലോവേറ നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ റുട്ടീനിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ സ്കിൻ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി ഹൈഡ്രേറ്റ്, അതായത് ഒരു സെറാമിഡ്സ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഇപ്പം നിങ്ങളൊരു മെഡിക്കേറ്റഡ് ക്രീം യൂസ് ചെയ്യുന്നവരാണ്, അതായത് ഇപ്പം പിമ്പിൾസ്, ആക്നീസ് ട്രീറ്റ് ചെയ്യുന്ന ക്രീം ആയാലും അല്ലെങ്കിൽ സ്കിൻ ലൈറ്റിന് കോജുവിറ്റ് പോലത്തുള്ള ക്രീംസ് ആയാലും എന്ത് തന്നെ ആയാലും ഈ ഒരു ക്രീംസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതാണ്.
സോ അങ്ങനെയുള്ള ക്രീംസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു അലോവേര മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് മെഡിക്കേറ്റഡ് ക്രീം ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആദ്യം മെഡിക്കേറ്റഡ് ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. പക്ഷെ പിന്നെയും കമന്റ്സ് വരാറുണ്ട് ഏത് പ്രോഡക്റ്റ് ആദ്യം ചൂസ് ചെയ്യണം, ഏത് പ്രോഡക്റ്റ് ആദ്യം യൂസ് ചെയ്യണമെന്ന്. ആക്ച്വലി എപ്പോഴും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു മെഡിക്കേറ്റഡ് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു മെഡിക്കേറ്റഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ആ റിസൾട്ട് കിട്ടാൻ എപ്പോഴും നല്ലത്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പിമ്പിൾസ് ട്രീറ്റ് ചെയ്യുന്ന ക്രീമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യുന്ന ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരാം. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ചിലപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും എഫക്റ്റീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു മെഡിക്കേറ്റഡ് ക്രീം ഉപയോഗിക്കുക, അതിനുശേഷം അതിന് മുകളിലാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. മെഡിക്കേറ്റഡ് ക്രീം യൂസ് ചെയ്യുക, അതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം അതിന് മുകളിലായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. സോ ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് അതൊന്ന് ട്രൈ ആയിട്ട് അതിനുശേഷം ഒരു മെഡിക്കേറ്റഡ് ക്രീം ഉപയോഗിക്കുക, അതൊന്ന് ട്രൈ ആയിട്ട് അതിനുശേഷം പിന്നീട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വരുന്ന സ്കിന്നാണെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഡ്രൈനെസ് കുറച്ചിട്ട് പിന്നീട് പതുക്കെ നമുക്ക് ആ ഒരു മെഡിക്കേറ്റഡ് ക്രീം മാത്രം ആദ്യം ഉപയോഗിക്കേണ്ട ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. സോ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്കിന്നിൽ ഇറിറ്റേഷൻസും ഉണ്ടാകത്തില്ല, എന്നാൽ ആ ഒരു ക്രീമിൻ്റെ റിസൾട്ട് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. സോ അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നാണ്. സോ നിങ്ങളിപ്പോൾ അലോവേര യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ്ലി നിങ്ങളൊരു മെഡിക്കേറ്റഡ് ക്രീം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ്ലി മെഡിക്കേറ്റഡ് ക്രീം യൂസ് ചെയ്യുക, അതിനുശേഷം അലോവേര നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിനുശേഷം അതിന് മുകളിലായിട്ട് ഒരു മോയ്സ്ചറൈസർ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ഒരു ഹൈഡ്രേറ്റിംഗ് പവർ തരുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോട്ടെ ഈ ഒരു അലോവേര ഹൈഡ്രേറ്റിംഗ് പവർ ഉണ്ടെങ്കിൽ ഇതൊരു ലോങ് ആയിട്ടൊരു ഹൈഡ്രേറ്റിംഗ് പവർ തരാത്തത് കൊണ്ട് തന്നെ ഇത് മാത്രം യൂസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിനെ ഒന്നുകൂടി ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അലോവേരയുടെ കൂടെ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഫസ്റ്റിൽ അലോവേര യൂസ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു കുറച്ചുകൂടി ഹൈഡ്രേറ്റിംഗ് പവറുള്ള ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അലോവേരയുടെ കൂടെ എന്തെങ്കിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ലൈക്ക് അലോവേരയുടെ ആ ഒരു ജെൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൂടെ ആഡ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്യുവർ ആയിട്ടുള്ള അലോവേര 1-2 പ്രാവശ്യമൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഡെയിലി ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. നൈറ്റിൽ മാത്രം എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു ലോങ് ടൈമിൽ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് റിസൾട്ട് കിട്ടും. 1-2 പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് ഇതിന് റിസൾട്ട് കിട്ടണമെന്നില്ല. സോ ഇങ്ങനെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ എപ്പോഴും നല്ലതാണ്. പക്ഷേ നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് അലോവേര ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് നല്ല ഇപ്പോൾ പ്യുവർ ആയിട്ടുള്ള അലോവേര ഒരുപാട് പ്രാവശ്യമൊക്കെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിനെ അത് ഡ്രൈ ആക്കാനുള്ള ചാൻസസും ഉണ്ട്. അതായത് ഈ ഒരു അലോവേര അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു അലോവേര എക്സ്ട്രാക്റ്റിൽ സാലിസിലിക് ആസിഡ് കണ്ടന്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഇതിനുണ്ട്. ഇങ്ങനെ ഡെയിലി നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിനെ ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്താൽ എന്ത് പറ്റും, ഡ്രൈനെസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും, പിമ്പിൾസ് ഡ്രൈ ആകുമ്പോഴും ഒരുപാട് നമ്മുടെ ഫേസ് ഡ്രൈ ആയാലും പിമ്പിൾസും ആക്നീസും ഒക്കെ വരും. സോ അങ്ങനത്തെ പിമ്പിൾസും ഒക്കെ ആക്നീസും ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി ബേസിസിൽ നമുക്ക് 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ മാത്രം അലോവേര യൂസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. ഇനി അലോവേര എങ്ങനെ നമുക്ക് സ്കിൻ കെയറിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും? അലോവേര എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര യൂസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് അത് നോർമലി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ ആ ഒരു ലീഫ് കട്ട് ചെയ്ത് അതിൻ്റെ താഴെയുള്ള ആ ഒരു യെല്ലോ കളറിലെ ലിക്വിഡ് പോയതിന് ശേഷം മാത്രം അത് നന്നായിട്ട് കഴുകി ഇതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ആ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ മിക്കവർക്കും അത് സ്കിന്നിലൊന്ന് തൊട്ടാൽ പോലും അത് ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അലോവേര ഇല്ല എങ്കിൽ പ്യുവർ ആയിട്ടുള്ള അലോവേറാസ് വാങ്ങാനായിട്ട് പറ്റും. അലോവേര ജെല്ല് അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല ഒരു അലോവേര ജെല്ല് വാങ്ങി യൂസ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അലോവേര എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറിലല്ല ഇരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ജെല്ലെന്ന് പറഞ്ഞാൽ ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറിലൊക്കെ ഇരിക്കുന്ന ഒരു ജെല്ലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലത് നമ്മൾ വാങ്ങുമ്പോൾ ഗ്രീൻ കളറിലെ ജെല്ല് കിട്ടും, പക്ഷെ അത് ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരിക്കും. സോ അത് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം അലോവേര വാങ്ങാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ അലോവേര ജെല്ല് നമ്മൾ വാങ്ങുന്ന ജെല്ല് ജസ്റ്റ് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അറിയാം. ഭയങ്കര ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ സ്മെല്ലൊക്കെ വരികയാണെങ്കിൽ അതിൽ ധാരാളം ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്നാണ്.
അങ്ങനെയുള്ള ജെല്ല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ ഫേസ് ഡ്രൈ ആവാനും ബ്രേക്ക്ഔട്ട്സ് വരാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം അലോവേറ ജെല്ല് വാങ്ങാനായിട്ട് നോക്കാം. ഇനി അലോവേറ എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് സ്കിൻ കെയറിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അലോവേറ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ആ ഒരു ലീഫിൻ്റെ അകത്തെ ആ ഒരു ജെൽ എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് ഫേസ് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ഡെയിലി ബേസിസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അലോവേറ കുറച്ച് ജ്യൂസ് പോലെ ആ ഒരു ജെല്ലെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ആ ഒരു ഐസ് ക്യൂബ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു സൺബേൺ ഒരു ഡാമേജ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സൺബേൺസ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് അലോവേറ യൂസ് ചെയ്യാം. മൂന്നാമത് അലോവേറ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അലോവേറ നമുക്ക് ടോണർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഗ്ലിസറിന്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ആയിട്ട് തന്നെയാണ്. അതായത് കുറച്ച് അലോവേറ ജ്യൂസ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഗ്ലിസറിൻ ഒഴിക്കുക, അതിൻ്റെ അകത്ത് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം, കുറച്ച് ഹണി വേണമെങ്കിൽ അതും കൂടി ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ ഫേസിൽ ഒന്ന് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കൊണ്ടുവരാനും ഫേസിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ആക്നീസ് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അലോവേറ മെയിൻലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അലോവേറ കുറച്ച് എടുക്കുക. അലോവേറ ജെല്ലോ അല്ലെങ്കിൽ നമ്മൾ നോർമലി വീട്ടിൽ നിന്ന് എടുത്തേക്കുന്ന അലോവേറ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ടീ ട്രീ ഓയിൽ ഒഴിക്കുക. ടീ ട്രീ ഒരു 2-3 ഡ്രോപ്സ് ടീ ട്രീ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മറ്റേ ടോണറിന് പകരം ഇങ്ങനെ ഒരു ടീ ട്രീയും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾസും ആക്നീസും ഒക്കെ കുറച്ച് നിർത്താനായിട്ട് ഈ ഒരു ടീ ട്രീയും കൂടി ഉള്ളതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അലോവേറ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് അലോവേറ യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അലോവേറയുടെ കൂടെ വൈറ്റമിൻ ഇ ഓയിലോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ ഒക്കെ അതിൻ്റെ ക്യാപ്സ്യൂളിൻ്റെ അകത്തുള്ള ഓയിൽ ഒരു പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് മെയിൻലി നമുക്ക് അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അണ്ടർ ഐസിലുണ്ടാകുന്ന ഈ ഒരു ഏജിങ് സൈൻസിനെ കുറയ്ക്കാൻ, അതായത് അണ്ടർ ഐസ് മിക്കവർക്കും നമുക്ക് ഏജിങ് സൈൻസ് പെട്ടെന്ന് വിസിബിൾ ആവുന്നത് ആ ഒരു അണ്ടർ ഐസ് ആയിരിക്കും. ആ ഒരു ഏജിങ് സൈൻസിനെ റിഡ്യൂസ് ചെയ്യാനായിട്ടും ഏജിങ് സൈൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ഈ അലോവേറയും ഈ ഒരു വൈറ്റമിൻ ഇയും കൂടി അപ്ലൈ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അലോവേറ നമുക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഓൾറെഡി അലോവേറയ്ക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതിനുകൂടി നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അലോവേറ ജ്യൂസിലേക്ക് കുറച്ച് എന്തെങ്കിലും ഒരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ എടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗ്ലിസറിനും ഹണിയും കൂടി മിക്സ് ചെയ്യുക, കുറച്ച് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫേസിൽ എക്സ്ഫോളിയേറ്റിംഗ് അതൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതിന് എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് സ്ക്രബ് നമുക്ക് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ഫേസിനെ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാനും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നോർമലി ഞാൻ ഗ്ലിസറിൻ പറഞ്ഞപ്പോൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മുൾട്ടാനി മിട്ടി, ഇപ്പോൾ മുൾട്ടാനി മിട്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് അലോവേറയും അതുപോലെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യാം. ഒന്നുകിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പാലോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന ഏതെങ്കിലും ഒന്നുമില്ല മിക്സ് ചെയ്തിട്ട് നമുക്കത് ഫേസ് പാക്ക് ആയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അലോവേറയ്ക്ക് ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അതുപോലെ തന്നെ നമ്മൾ ബോഡിയൊക്കെ ഷേവ് ചെയ്തിട്ടില്ലേ, ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടും ഷേവ് ചെയ്തതിന് മുമ്പേ ഇങ്ങനെ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അലോവേറ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്, പക്ഷെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ചില കണ്ടീഷനിലൊക്കെ അലോവേറ മാത്രം കൊണ്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.